ഗ്ലൈക്കോജൻ, ഗ്ലൂക്കഗോൺ ഈ രണ്ട് ടേം പറയുമ്പോൾ പലർക്കും കൺഫ്യൂസ്. ഇത് രണ്ടും ഒന്നല്ലേ എന്ന് വിചാരിക്കും. ഇതൊന്ന് മനസ്സിലാക്കണം. ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൊണ്ട് ഓരോ സെൽസിന്റെ അകത്തും ഒരു മോളിക്യൂൾ കയറി, രണ്ട് കയറി, അങ്ങനെ കയറി ഗ്ലൂക്കോസ് ഒരു ഒരു അറൌണ്ട് 50,000 to 55,000 ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. അത് പ്രത്യേക തരത്തിൽ ബോണ്ടിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് തമ്മിൽ കൂടിച്ചത് ഒരു അപ്പുപ്പന്താടി പോലെയുള്ള ഓരോ കോശങ്ങളുടെ അകത്തും ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആ ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസ് ഓരോന്നോരോന്നോ മൈറ്റോകോൺഡ്രിയക്ക് കൊടുത്തിട്ട് എനർജിക്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ സ്റ്റോറേജ് ഫോമാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ പോലും കോശങ്ങളുടെ അടുത്ത് ഗ്ലൂക്കോസ് അങ്ങനെ കിടക്കും. റൈറ്റ്? അപ്പൊ നിങ്ങൾ പലപ്പോഴും ഗ്ലൂക്കോസിന്റെ സെൽസ്, അങ്ങനെ ഗ്ലൂക്കോസ് ഇൻ ദ ബ്രെയിൻ ആണ് അൽഷിമർ, ഗ്ലൂക്കോസ് ഇൻ ദ ഹാർട്ട് ആണ് അറ്റാക്ക്, ഗ്ലൂക്കോസ് ഇൻ ദ ലിവർ ആണ്, ഇങ്ങനെയൊക്കെ കുറേ കേട്ട് കാണും. മരിച്ചു കഴിഞ്ഞാൽ പോലും കോശങ്ങളുടെ അടുത്ത് ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഓർക്കാവുന്നത്. റൈറ്റ്? എന്താണ് ഗ്ലൂക്കഗോൺ? എന്താണ്? നമ്മുടെ പാൻക്രിയാസിന്റെ അകത്ത് ഇൻസുലിൻ പോലെ തന്നെയുള്ള രണ്ടാമത്തെ ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. റൈറ്റ്? ഇൻസുലിൻ ബ്ലഡ് ഷുഗർ 90-ന് മേലെ നിൽക്കുമ്പോൾ ബ്ലഡിലേക്ക് ചാടും. ബ്ലഡിലെ ഗ്ലൂക്കോസിനെ മസിൽസിലേക്ക്, ലിവറിലേക്ക് എല്ലാം കടത്തിവിടും. ബ്ലഡ് ഷുഗർ 90 താഴേക്ക് പോകുന്ന അവസ്ഥയിൽ ഇൻസുലിൻ ചാടൽ നിൽക്കും. പകരം ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസിന്റെ ആൽഫാസിൽ നിന്ന് പുറത്തേക്ക് വരും. അതാണ് ലിവറിലെ ഗ്ലൂക്കോസ് സ്റ്റോറിനെ ബ്ലഡിലേക്ക് ചാടിച്ചിട്ട് ബ്ലഡ് ഷുഗർ കൂട്ടാൻ സഹായിക്കുന്നത്. ഗ്ലൈക്കോജനോ ലൈസിസ്. ഈ ഗ്ലൈക്കോജനെ ലൈസ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്ലഡ് ഷുഗർ കൂട്ടാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ ലൈപ്പോലൈസിസ്, കൊഴുപ്പിനെ, ട്രൈഗ്ലിസറൈഡ്സിനെ വിഘടിച്ച് 3 ഫ്രീ ഫാറ്റി ആസിഡ് ഒരു ഗ്ലിസറോൾ ആക്കി മാറ്റിയിട്ട് അത് വിറകുമുട്ടിനെ വെട്ടിക്കീറി വിറക് കഷ്ണങ്ങളാക്കി കൊടുക്കുന്ന പോലെ ഈ ട്രൈഗ്ലിസറൈഡ്സിനെ ക്ലീവ് ചെയ്ത് എനർജിക്ക് ഉപയോഗിക്കുമ്പോൾ മസിൽസിൽ ഫ്രീ ഫാറ്റി ആസിഡ്സ് ആക്കി കൊടുക്കുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. സോ ഫാറ്റ് എനർജി ആയി പോകാൻ ഗ്ലൂക്കഗോൺ വേണം, ഗ്ലൂക്കോസ് എടുത്തു പോകാൻ ഇൻസുലിൻ വേണം. ഇത് രണ്ടും തിരിച്ചറിയണം.